ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വർക്കൊക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്തു, കുറച്ച് ആളുകൾ ചെയ്തിട്ടില്ല. ചെയ്ത ആളുകൾക്ക് എന്തായാലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ചെയ്യാത്ത ആളുകൾക്ക് അതിനുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലോ ഈ ഒരു ക്ലാസ്സിലാണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മൾ കുറച്ച് സെക്ഷൻസ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഒന്നും കൂടെ പ്രാധാന്യം ഇതിനാണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാം, നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോ ക്ലാസ് ആയിട്ട് തരാം. മറ്റുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാം വഴി നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും, വോയിസോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. പുതിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് സ്റ്റേറ്റ് എയ്ഡ്സ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇവിടെ എന്താണ് സ്റ്റേറ്റ് എയ്ഡ്സ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. എന്താ, നമ്മുടെ സംസ്ഥാനം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 42 പ്രകാരം, സെക്ഷൻ 42 പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ 42 പറയാം. സെക്ഷൻ 42 പറയുന്നത് ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും, സെക്ഷൻ 42 പ്രകാരം നമ്മുടെ ചെറിയ സൊസൈറ്റികൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്തുള്ള ഏതൊരു സൊസൈറ്റീൻ്റെ അടുത്ത് നിന്നും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും, ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു ഇന്റർമീഡിയറുടെ ആവശ്യമുള്ള സെക്ഷൻ 42 പ്രകാരം ഗവൺമെന്റ് നേരിട്ട് ഏതൊരു സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യം മാത്രമേ ഈ സെക്ഷനിൽ പറഞ്ഞത്, അധികമൊന്നുമില്ല. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 43, സെക്ഷൻ 43, ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഗവൺമെന്റ്. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ആണ്. 43 പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റിന് മറ്റേതെങ്കിലും സൊസൈറ്റി മുഖേന, മറ്റ് ചില സൊസൈറ്റി മുഖേന എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ സൊസൈറ്റികളുടെ ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഡയറക്റ്റ് പർച്ചേസിങ്ങിന് ഗവൺമെന്റ് വേറെ കുറച്ച് സൊസൈറ്റികൾ സഹായിക്കും. ആ സൊസൈറ്റികൾ ഇതൊക്കെ ആയിരിക്കും അപ്പെക്സ് സൊസൈറ്റിയും മറ്റൊരു സെൻട്രൽ സൊസൈറ്റിയും ആയിരിക്കും ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് ഷെയർ വാങ്ങിക്കാൻ സഹായിക്കുന്ന സൊസൈറ്റികൾ. അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി എന്താ നിങ്ങൾ കോപ്പറേറ്റീവ് തിയറിയിൽ പഠിക്കണം. എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് മൊത്തം, നമ്മുടെ എൻ്റയർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് മുഴുവനായിട്ട് പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റികൾ നമുക്ക് എന്ത് പറയാൻ കഴിയും, അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയാൻ കഴിയും. ഓക്കെ, ഏറ്റവും വലുത് നമ്മുടെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളം മുഴുവനാണെങ്കിൽ അത്തരം സൊസൈറ്റിന് എന്ത് പറയാൻ കഴിയും, അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയാൻ കഴിയും, ഏറ്റവും മേലുള്ള സൊസൈറ്റി. ഇനി ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഒരു ജില്ലയിൽ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ 1-2 ജില്ല വരെ ആവാം, ഒരു ജില്ലയിൽ മാത്രമാണെങ്കിൽ അത്തരം സൊസൈറ്റി എന്ത് പറയാൻ കഴിയും, സെൻട്രൽ സൊസൈറ്റി എന്ന് പറയാൻ കഴിയും. മനസ്സിലായോ? ഒരു നമ്മുടെ സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റി ആണെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയാണ്. ജില്ല മാത്രമാണെങ്കിൽ എന്തായി, സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയായിരിക്കും പ്രവർത്തന പരിധി. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം മൊത്തമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കാം. സെക്ഷൻ 43 വരെ നമ്മൾ പറഞ്ഞു. സെക്ഷൻ 43 വരെ പറഞ്ഞു. ഓക്കെ, ഇനിയുള്ളതാണ് സെക്ഷൻ 44, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 44 പറയുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ആർക്ക് ഫണ്ട് കൊടുക്കാം, അപ്പെക്സ് സൊസൈറ്റികൾക്ക്. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റിയാണെന്ത്, അപ്പെക്സ് സൊസൈറ്റി. ഈ അപ്പെക്സ് സൊസൈറ്റികൾക്ക് എന്ത് കൊടുക്കും, നമ്മുടെ ഗവൺമെന്റിന് ഫണ്ട് കൊടുക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, ചെറിയ സൊസൈറ്റികളുടെ കയ്യിൽ നിന്ന്, പ്രൈമറി സൊസൈറ്റിയുടെ കയ്യിൽ നിന്നൊക്കെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് ഗവൺമെന്റിന് അപ്പെക്സ് സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റികൾക്ക് കൊടുക്കാം. ഇത്തരം ഫണ്ടിന് എന്ത് പറയാം, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയാം. ഇവിടെ എഴുതി വെച്ച കാര്യം നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ, an apex society which receive fund from the government under section 43 may establish a fund with money called principal state partnership fund. എന്ത് ചെയ്യാൻ കഴിയും, ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് സെക്ഷൻ 43 പ്രകാരം, തൊട്ട് മുമ്പുള്ള സെക്ഷൻ 43 നമ്മൾ പറഞ്ഞാണ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ. സെക്ഷൻ 43 പ്രകാരം ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് നമ്മുടെ ഗവൺമെന്റ് എന്ത് കൊടുക്കും, ഫണ്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ചെറിയ സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റിയുടെ കയ്യിൽ നിന്നൊക്കെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ഫണ്ടിനെ നമ്മൾ എന്ത് പറയാം, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയാം. നമുക്ക് MLA ഫണ്ടും MP ഫണ്ടൊക്കെ നമുക്കറിയാം. MLAയുടെ ആവശ്യത്തിനുള്ള ഫണ്ടാണ് MLA ഫണ്ട്, MP-യുടെ ആവശ്യത്തിനുള്ള ഫണ്ടാണ് MP ഫണ്ട്. നമ്മുടെ അപ്പെക്സ് സൊസൈറ്റികൾക്ക്, ചെറിയ സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇത്തരം ഒരു ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റിക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്, ദിസ് ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർച്ചേസിംഗ് ഷെയർസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റീസ്. എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാം,
ലിമിറ്റഡ് ലയബിലിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യാം. ലിമിറ്റഡ് ലയബിലിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഷെയർ എന്ത് ചെയ്യാം, ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് അപ്പെക്സ് സൊസൈറ്റികൾക്ക് പർച്ചേസ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ആണ് പ്രൊവൈഡിങ് മണി ടു സെൻട്രൽ സൊസൈറ്റി. ഓക്കെ, ഈ ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആർക്ക് കൊടുക്കാൻ കഴിയും, സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ മാത്രം പ്രവർത്തന പരിധിയുള്ള ചെറിയ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയും. ഈ ഒരു അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പെക്സ് സൊസൈറ്റി കുറച്ച് വലിയ സൊസൈറ്റിയാണ്, സംസ്ഥാനം മൊത്തമുണ്ട്. സെൻട്രൽ സൊസൈറ്റി ഒരു ജില്ല മാത്രമാണ്, അപ്പോൾ ചെറിയ സൊസൈറ്റിയാണ്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി ആർക്ക് കൊടുക്കും, സെൻട്രൽ സൊസൈറ്റിക്ക് ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് കൊടുക്കും. അപ്പോൾ അത് ഇതിൻ്റെ പേര് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരൊന്നും മാറും. അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നായിരിക്കും. അടുത്ത സെക്ഷനിൽ പറയാം, അവിടെ ഒരു പോയിന്റ് കൂടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം. മേക്കിംഗ് പേയ്മെന്റ് ടു ഗവൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്തും ചെയ്യാൻ കഴിയും അപ്പെക്സ് സൊസൈറ്റിക്ക്, തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കാൻ കഴിയും, ഗവൺമെന്റ് തന്നെ കൊടുക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിൽ, നമ്മുടെ ആക്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടേ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു 3 കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് യൂസ് ചെയ്ത് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റികൾ ചെയ്യുക. ഒന്നും കൂടെ പറയാണ്, നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആർക്ക് കൊടുക്കുന്നതാണ്, അപ്പെക്സ് സൊസൈറ്റികൾക്ക് കൊടുക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇനി സെക്ഷൻ 45 45 പറയുന്നുണ്ട്. ഓക്കെ, 45 പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാണ്, ഒരു ക്വസ്റ്റ്യൻ പറയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എവിടെയോ ഒരു കാര്യം പറഞ്ഞത്, എസെൻഷ്യൽസ് ഓഫ് എ മീറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എസെൻഷ്യൽസ് ഓഫ് എ മീറ്റിംഗ്. ഞാൻ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് എന്താണെന്ന് കറക്റ്റായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ എനിക്ക് അയച്ചു തരാം. മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് എ മീറ്റിംഗ്. ഓക്കെ, ഇത്രയും കാര്യം ചെയ്തു തരാം. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 45 പോവാം. ഓക്കെ, ഇതാണ് സെക്ഷൻ 45. 45 പറയുന്നത് എന്താണ്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 45 പറയുന്നത്. ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ a central society which may receive money from the principal state partnership fund has to establish with that money a fund called subsidiary state partnership fund. സെക്ഷൻ 45 പ്രകാരം ചെയ്യുന്നത് ഒരു സെൻട്രൽ സൊസൈറ്റിക്ക് എന്തിനുള്ള അവകാശമുണ്ട്, ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് ആരതാണ്, നമ്മുടെ അപ്പെക്സ് സൊസൈറ്റി ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് നമ്മുടെ സെൻട്രൽ സൊസൈറ്റിക്ക് എന്തിനുള്ള അവകാശമുണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടാനുള്ള അവകാശമുണ്ട്. ഈ ഒരു എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുക, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയാം. ആ ഫ്ലോ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഒരു ഫണ്ട് കൊടുക്കുകയാണ്. ആ ഫണ്ടിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റി ചെറിയൊരു പോർഷൻ നമ്മുടെ സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫണ്ടിന് പറയുന്ന പേരാണ് എന്ത്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കുറച്ച് മേലെയാണ്, സബ്സിഡിയറിയുടെ കുറച്ച് താഴെയാണ്. അപ്പോൾ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്തിനു തന്നെയാണ്, നമ്മുടെ ചെറിയ സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സൊസൈറ്റികളാണ് പ്രൈമറി സൊസൈറ്റികൾ. ഈ പ്രൈമറി സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും, ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് നമ്മുടെ സെൻട്രൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യമാണെന്ന് ഫസ്റ്റ് പോയിന്റ്. 2 കാര്യങ്ങളും. ഫസ്റ്റ് പോയിന്റ് ആണ് പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റീസ്. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രൈമറി സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഷെയർ ആണ് ഇവർ ഈ ഒരു സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വെച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആണ് ഫോർ മേക്കിംഗ് പേയ്മെന്റ് ടു അപ്പെക്സ് സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആർക്ക് പൈസ കൊടുക്കാൻ കഴിയും, അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുക്കാൻ കഴിയും. പക്ഷേ അത് നിയമത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിവിടെ പ്രധാനപ്പെട്ട സെക്ഷൻ 44 സെക്ഷൻ 45 പ്രധാനപ്പെട്ട 2 കാര്യം പറഞ്ഞു. ഒന്ന്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റികൾക്ക്, അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റിയാണ് അപ്പെക്സ് സൊസൈറ്റി. ഈ അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഒരു പോർഷൻ നമ്മുടെ സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ജില്ലാടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സൊസൈറ്റിയാണ് സെൻട്രൽ സൊസൈറ്റിക്ക് അപ്പെക്സ് സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ഫണ്ടിന് പറയുന്ന പേരാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി സെക്ഷൻ 46 ആണ് പറയാനുള്ളത്. സെക്ഷൻ 46 പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ. ഹു ഈസ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ? ആരാണ് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ?
ഒക്കെ ഒരു 2 മാർക്കിനെ ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ, രണ്ടും ഒന്ന് തന്നെയാണ്. ആരാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള കാര്യം കൂടെ എഴുതുക. എന്നിട്ട് ഇന്നത്തെ പോലെ എനിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ എനിക്ക് ആക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു 4 സെക്ഷൻ മാത്രമാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. തൽക്കാലം ഇത്ര മതി, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും ഈ 2 കാര്യങ്ങളും അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമുക്ക് SC ആയിട്ട് വരാറുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം.